ഗൈസ്, വെൽക്കം ടു ദ 1 minute വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷനിൽ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. രണ്ട് ഒബ്ജക്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരാളുടെ മാസ് 10 കിലോ ആണ്, മറ്റേ ആളുടെ മാസ് 40 കിലോ ആണ്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്ററുമാണ്. ഇവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാനും, അല്ലേ? അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഹിയർ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അല്ലേ? F = G × m1 × m2 ഡിവൈഡഡ് ബൈ d². നമുക്ക് ഓരോന്നും എന്താണെന്ന് എഴുതി കൊടുക്കാം. m1 എന്ന് പറയുമ്പോൾ ഒരാളുടെ മാസ്, അത് 10 കിലോ എന്ന് എടുക്കുന്നു. m2 എന്ന് പറയുമ്പോൾ മറ്റേ ആളുടെ മാസ് 40 കിലോ എന്ന് എടുക്കുന്നു. d എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ദൂരമാണ്, 2 മീറ്റർ എന്നെടുക്കുന്നു. ഇനി നമ്മൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം, നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ജീൻ്റെ വാല്യൂ ആദ്യം അങ്ങോട്ട് കൊടുത്തിട്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കരുത്. അത് നമുക്ക് നല്ലതല്ല. നമ്മൾ എന്ത് ചെയ്യണം? ജീൻ്റെ വാല്യൂ ജി എന്ന് തന്നെ അങ്ങോട്ട് എഴുതിയിട്ട് ചെയ്യാം. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും ജീൻ്റെ വാല്യൂ എന്താന്ന്. ജിക്ക് ഒരു വാല്യൂ ഉണ്ടല്ലേ, അത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ജി ഇൻറ്റു ഒരാളുടെ മാസം എത്രയാണ്? 10, മറ്റേ ആളുടെ മാസം എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 2² എന്ന് പറയുമ്പോൾ എത്ര വരും? 4, അല്ലേ? അങ്ങനെയാണെങ്കിൽ 400/4 എന്ന് വരും. സോ ഇത് രണ്ടും നീന്നു കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി നമുക്ക് 100 എന്ന് കിട്ടുന്നു. ആരൊക്കെയാ ബാക്കിയുള്ളത്? ജിയുമുണ്ട് 100ഉമുണ്ട്. സോ വി ഗോട്ട് ജി ഇൻറ്റു 100, അല്ലെങ്കിൽ നമുക്ക് പറയാം 100G ന്യൂട്ടൺ ആണ് അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഇനി ചില കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടാവും, ഈ ജീൻ്റെ വാല്യൂ എഴുതി കൊടുക്കണ്ടേ എന്നുള്ളല്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് G × 100 × G എന്ന് എഴുതുന്നതിന് പകരം 100 × ജീൻ്റെ വാല്യൂ എഴുതി കൊടുത്തോ. 6.67 × 10⁻⁻11. ഇത്രയും ന്യൂട്ടൺ ആണ് ഇവിടെയുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ വാല്യൂ 6.67 × 10⁻11. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചോദ്യമാണ്. ഇവിടെയുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വാട്ട് ഇസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? എല്ലാ ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ, ഇവിടുത്തെ ഫോഴ്സിനെ കണ്ടുപിടിക്കുക. ആൻസർ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ഹാപ്പി ജേർണി.